അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഹദീസിന്റെ ക്ലാസ്സാണ്. ഹദീസ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായ ഖുർആൻ കഴിഞ്ഞാൽ വളരെ പ്രാമുഖ്യം നൽകുന്ന ഒന്നാണ് ഹദീസ്. പരിശുദ്ധമായ ഖുർആനിന്റെ ചില വചനങ്ങൾ തന്നെ അതിന്റെ വ്യാഖ്യാനം അത് ഹദീസിലൂടെ വരുന്നത്. പരിശുദ്ധമായ ആ ഖുർആനിന്റെ വ്യാഖ്യാനങ്ങൾ ഹദീസിലൂടെ വരുന്നുണ്ട്. ഹദീസ് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവർത്തികൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗനാനുവാദം. അപ്പൊ ഇങ്ങനെ മൂന്നായിട്ടാണ് ഹദീസുകൾ ഉള്ളത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഫിഅലുകൾ, പ്രവർത്തികൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇന്ന കാര്യം ചെയ്തു. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിച്ച് കാണിച്ചു തന്നു. നിങ്ങൾ നിസ്കരിക്കുക, ഞാൻ എങ്ങനെയാണോ നിസ്കരിക്കുന്നത് കാണുന്നത് അതുപോലെ നിങ്ങൾ നിസ്കരിക്കുക. അതുപോലെ നോമ്പ് പഠിപ്പിച്ചു തന്നു. അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവൃത്തിയിലൂടെയാണ്. എന്നാൽ മറ്റൊരു ഭാഗമാണ് തക്രീറാത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അംഗീകരിച്ച കാര്യങ്ങൾ. ഇപ്പോൾ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ ഒരു പ്രവർത്തനം ചെയ്തു, അപ്പൊ നബി തങ്ങൾ അതിനെ എതിർത്തില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിനെ അംഗീകരിച്ചു. അതിനെ തക്രീരി എന്ന് പറയും. അതുപോലെ ഖൗലി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരിട്ട് പറഞ്ഞു തന്ന വാക്കുകൾ. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ എല്ലാ കർമ്മങ്ങളും അതൊക്കെ സ്വീകരിക്കപ്പെടുന്നത് അവന്റെ നിയ്യത്തുകളെ കൊണ്ടാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്. ഏതൊരു കർമ്മം എടുക്കുകയാണെങ്കിലും അത് സ്വഹീയാകണമെങ്കിൽ, സ്വീകരിക്കണമെങ്കിൽ എന്ത് വേണം? നിയ്യത്ത് വേണം. അപ്പൊ ഇങ്ങനെ ഹദീസുകൾ മൂന്ന് ഘട്ടമാണ്. ഒന്ന് ഫിഅലി, ഖൗലി, തക്രീരി. ഇതാണ് ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്ക്, പ്രവൃത്തി, മൗനാനുവാദം, ഇതിനാണ് ഹദീസ് എന്ന് പറയുക. ഹദീസുകൾ രണ്ട് ഘടനകളാണുള്ളത്. ഒന്ന് സനദ് എന്ന് പറയും. അപ്പൊ ഈ ഹദീസ് നമ്മളിലേക്ക് എത്തിയ ആ പരമ്പരക്കാണ് സനദ് എന്ന് പറയാം. ഇപ്പൊ നമ്മളെ ഹദീസിന്റെ തുടക്കത്തിലൊക്കെ നോക്കുകയാണെങ്കിൽ അനിബിൻ ഉമർ റളിയല്ലാഹു അൻഹു എന്ന് കാണും. നമ്മളെ ഹദീസിന്റെ ലെസൺ പ്ലാന് നമ്മളെ റിസോഴ്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടുണ്ടാവൂലേ? മാഷ് കണ്ടില്ലേ? ആ ആ ഓക്കെ. അപ്പൊ ഓരോ ഹദീസ് ഉണ്ടാവുമ്പോൾ തുടക്കത്തിൽ ഇങ്ങനെ അനിബിൻ ഉമർ റളിയല്ലാഹു അൻഹു എന്നുണ്ടാവും. ഇപ്പൊ നമ്മളെ ഈ നോട്ടിൽ ഒരു പരമ്പര മാത്രമേ ഉള്ളൂ. അതിന്റെ മുമ്പ് അങ്ങനെ ഒരു ചിലപ്പോ ഒരു 10 അല്ലെങ്കിൽ 8 അങ്ങനെയൊക്കെ ഉണ്ടാവും. അതാണ് സനദ് എന്ന് പറയുന്നത്. കാരണം ഇന്നാളിൽ നിന്ന് ഇന്നാൾ കിട്ടി, ഇന്നാളിൽ നിന്ന് ഇന്നാൾ കിട്ടി. അതാണ് അനിബിൻ ഉമർ റളിയല്ലാഹു അൻഹു അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ചിലപ്പോ താബിയിൽ നിന്നാകാൻ വരിക. ഇതിപ്പോ നമ്മളതിൽ അപ്ലോഡ് ചെയ്ത ഹദീസ് അത് സ്വഹാബിയിൽ നിന്ന്, സ്വഹാബി നിബിതങ്ങളിൽ നിന്ന്, ചിലപ്പോ താബി പണ്ഡിതരിൽ നിന്ന്, പിന്നെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന്, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന്. അതിനാണ് പരമ്പര എന്ന് പറയാം. അതുപോലെ മറ്റൊരു ഭാഗമാണ് മത്ൻ എന്ന് പറയും. ഹദീസിന്റെ ഉള്ളടക്കം, അതിന്റെ ആ ആശയം, നിബിതങ്ങൾ പറഞ്ഞ ആ വാചകം, അതിനാണ് മത്ൻ എന്ന് പറയാം. അപ്പൊ ആ ഹദീസിന്റെ ടോട്ടൽ ഭാഗങ്ങൾ രണ്ടെണ്ണം. ഒന്ന് സനദ് എന്ന് പറയും, മറ്റൊന്ന് മത്ന്. കാരണം ആ ഹദീസിലുള്ള ആ വാചകത്തിനാണ് മത്ൻ എന്ന് പറയാം. ഇപ്പൊ ഇതിലുള്ള ഹദീസ് സ്വഹീഹുൽ ബുഖാരിയിലുള്ള ഹദീസാണ്. കിതാബില്ലാഹി സ്വഹീഹുൽ ബുഖാരി എന്ന. ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും സ്വഹീയായ കിതാബ് ഏതാ? അത് സ്വഹീഹുൽ ബുഖാരിയാണ്. സ്വഹീഹുൽ ബുഖാരി ഇമാം ഓരോ ഹദീസും ഈ 2 റക്അത്തുകൾ നിസ്കരിച്ചുകൊണ്ടാണ് ഓതിയെന്ന്. അത്രത്തോളം സൂക്ഷ്മതയോടുകൂടെ എഴുതിയ കിതാബാണ് സ്വഹീഹുൽ ബുഖാരി. അപ്പൊ ആ സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസുകളാണ് ഇതിലുള്ളത്. അപ്പൊ നാം ഇൻഷാ അല്ലാഹ് ഹദീസിലേക്ക് കടക്കുകയാണ്. ഇന്നത്തെ നാം പ്രധാനപ്പെട്ട 2 ഹദീസുകളാണ് പറയുന്നത്. ഒന്ന്, നാം നേരത്തെ പറഞ്ഞു, ഏതൊരു പ്രവർത്തനം സ്വീകരിക്കപ്പെടണമെങ്കിലും നീയത്ത് വേണം. അപ്പൊ നീയത്ത് ശരിയായാൽ മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വ തആല അമലുകൾ സ്വീകരിക്കുകയുള്ളൂ.
അപ്പൊ നമ്മള് ഡ്രസ്സ് ധരിക്കുകയാണെങ്കിലും അതിനൊരു നിയ്യത്തുണ്ട്. അതുപോലെ തൊപ്പി ധരിക്കുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച സുന്നത്താണ് എന്ന് നിയ്യത്ത് കരുതിയാലും കിട്ടും, അതിന്റെ പ്രതിഫലം കിട്ടും. അങ്ങനെ ഓരോ പ്രവർത്തനം എടുക്കുകയാണെങ്കിലും നിയ്യത്ത് കൊണ്ടാണ് അതിന് കൂലി ലഭിക്കുന്നത്. അതൊരു ചെറിയ ഒരു പ്രവർത്തനമാണെങ്കിലും അതിന് കൂലി കിട്ടും. എന്തിനു വേണം? നിയ്യത്ത് വേണം. ആ ഹദീസാണ് ഇന്ന് നാം ഒന്നാമതായി പറയുന്നത്. മറ്റൊന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് ഒരാള് വന്നിട്ട് ചോദിച്ചു നബിയോട്, നബിയെ, എനിക്ക് ഈമാൻ എന്താന്ന് പഠിപ്പിച്ചു തരണം, എനിക്ക് ഇസ്ലാം എന്താന്ന് പഠിപ്പിച്ചു തരണം, എനിക്ക് ഇഹ്സാൻ എന്താന്ന് പഠിപ്പിച്ചു തരണം. അപ്പൊ നബി തങ്ങൾ ചോദിച്ചപ്പോ അതിന് പറഞ്ഞ മറുപടി ആ വാക്യങ്ങളാണ് ഇന്നത്തെ ഹദീസിൽ പറയുന്നത്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇസ്ലാമിനെ പറ്റി ചോദിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അവിടുന്ന് ആ സ്വഹാബിക്ക് നൽകുന്ന മറുപടി, നീ അള്ളാഹു അല്ലാതെ ഒരു ഇലാഹില്ലെന്ന് സാക്ഷ്യം വഹിക്കണം, അതുപോലെ മുഹമ്മദ് നബി അള്ളാഹുവിന്റെ റസൂലാണെന്നും സാക്ഷ്യം വഹിക്കണം. അപ്പൊ ഷഹാദത്താണ് ആദ്യമായി പഠിപ്പിക്കുന്നത്. അപ്പൊ ഇസ്ലാം കാര്യം പഠിപ്പിക്കുകയാണ്. അതുപോലെ നിസ്കാരം നിലനിർത്തണം, സക്കാത്ത് കൊടുത്തു വിട്ടണം, റമദാൻ മാസം നോമ്പ് നോൽക്കണം, അതുപോലെ കഅബത്തിങ്കൽ പോയി ഹജ്ജ് ചെയ്യണം. ഈ കാര്യങ്ങളാണ് ഇസ്ലാം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ നബിതങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതുപോലെ നബിതങ്ങളോട് ആ സ്വഹാബി ചോദിക്കുമ്പോ എന്താണ് ഈമാൻ എന്ന് ചോദിക്കുമ്പോൾ അവിടുന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നീ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കണം, അള്ളാഹിന്റെ മാലാകമാരെ കൊണ്ട് വിശ്വസിക്കണം, അതുപോലെ അള്ളാഹുവിന്റെ കിതാബുകളെ കൊണ്ട് വിശ്വസിക്കണം, മുർസലീങ്ങളെ കൊണ്ട് വിശ്വസിക്കണം, അന്ത്യനാൾ കൊണ്ട് വിശ്വസിക്കണം, അതുപോലെ നന്മയും തിന്മയൊക്കെ അള്ളാഹുവിൽ നിന്നാണെന്ന് വിശ്വസിക്കണം. പിന്നീട് എന്താണ് ഇഹ്സാൻ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ നിബിധങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ നീ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യണം, അള്ളാഹിനെ കാണും പോലെ. അപ്പൊ നീ അള്ളാഹിന്റെ മുമ്പിലാണ് എന്ന ഒരു ബോധത്തോടു കൂടെ ഇബാദത്ത് ചെയ്യണം, അതാണ് ഇഹ്സാൻ. അപ്പൊ ഇത്ര വിഷയങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നാം ചർച്ച ചെയ്യുന്നത്. അപ്പൊ ഒന്നാമത്തെ ഹദീസ്, അൻ അമീരിൽ മുഅ്മിനീൻ അബി ഹഫ്സിൻ റളിയല്ലാഹു അൻഹു. അമീരിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ അമീർ അബൂ ഹഫ്സ്. അത് ഉമർ റളിയല്ലാഹുവിന്റെ പേരാണ് അബൂ ഹഫ്സ് എന്നുള്ളത്. ഉമർ റളിയല്ലാഹുവിന്റെ പേരാണ്. ക്ലാസ് മനസ്സിലാകുന്നുണ്ട് അല്ലല്ലേ? അപ്പൊ ഉമർ റളിയല്ലാഹുവിന്റെ പേരാണ് അബൂ ഹഫ്സ് എന്നുള്ളത്. ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അതായത് ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യാണ്. ഉമർ റളിയല്ലാഹു പറഞ്ഞു, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കേട്ടിട്ടുണ്ട്. നബി തങ്ങൾ പറയുന്നതായിട്ട്, ഇന്നമൽ അഅമാലു, തീർച്ചയായും പ്രവർത്തനങ്ങൾ സ്വീകരിക്കപ്പെടുന്നത്, സ്വീകാര്യയോഗ്യമാകുന്നത് ബിന്നിയാത്തി, നിയ്യത്തുകളെ കൊണ്ടാണ്, കരുത്തുകളെ കൊണ്ടാണ്. അപ്പൊ ഏതൊരു പ്രവർത്തനമാണെങ്കിലും അത് സ്വീകരിക്കണമെങ്കിൽ എന്ത് വേണം? നിയ്യത്ത് വേണം, ഇഖ്ലാസ് വേണം. വൈന്നമാലി കുല്ലിംരിം മാനവ, ഏതൊരു മനുഷ്യനുണ്ട് മാനവ, അവൻ കരുതിയതുണ്ട്. അപ്പൊ ഒരു പ്രവർത്തനം കൊണ്ട് അവൻ എന്താണോ കരുതുന്നത് അതവനിക്കുണ്ട്. എന്നിട്ട് അതിനെ ബയാൻ ചെയ്യുന്നുണ്ട്, അതെങ്ങനെയാണെന്ന് വിശദീകരിച്ചു തരാണ്. ഫമൻ കാനത്ത് ഹിജ്റത്തുഹു ഇലല്ലാഹി വറസൂലിഹി ഫഹിജ്റത്തുഹു ഇലല്ലാഹി വറസൂലി. ഒരാള് ഹിജ്റ പോയത് അള്ളാഹുവിലേക്കും അവന്റെ റസൂലിലേക്കും, അപ്പോൾ അള്ളാഹിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട്, റസൂലിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ടാണ് ഹിജ്റ പോകുന്നതെങ്കിൽ അവൻ അതിലേക്കാണ് ഹിജ്റ പോയത്. ഇനി ഒരാളെ ഹിജ്റ സമ്പത്തെത്തിക്കുകയോ അല്ലെങ്കിൽ ഒരു പെണ്ണിനെ വിവാഹം കഴിക്കുകയോ എന്ന ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഹിജ്റ പോയാൽ അതിനു വേണ്ടിയാണ് അവന്റെ ഹിജ്റ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഹിജ്റന്റെ ആ സമയത്ത് ഇറങ്ങിയ ഹദീസാണ്. അപ്പോ അവരുടെ സ്വഹാബത്തിന്റെ ഹൃദയം ഒന്ന് സഫാ ഉള്ളതാക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, ഏതൊരു പ്രവർത്തനം ചെയ്യുകയാണെങ്കിലും അതിന് നിയ്യത്ത് വേണം. അപ്പോ നാം ഹിജ്റ പോകുമ്പോൾ അത് അള്ളാഹുവിന്റെ ആ തൃപ്തി ആഗ്രഹിക്കലോടുകൂടെ ഹിജ്റ പോകണം. എന്നാൽ മാത്രമേ അതിന് അതിന്റെ രൂപത്തിലുള്ള ആ പ്രതിഫലം ലഭിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്.
അതുപോലെ തന്നെ എല്ലാ പ്രവർത്തനങ്ങളും, ഏത് പ്രവർത്തനം എടുത്താലും അതിന് നീയത്തുണ്ടോ അതിനെന്തുണ്ട്? പ്രതിഫലമുണ്ട്. അതുപോലെ നല്ല ഇഖ്ലാസുള്ള ഒരു പ്രവർത്തനമാകണം. അവിടുന്ന് അദ്കിയ എന്ന കിതാബിൽ പറയുന്നത് കാണാം, അഖ്ലിസ് വദ അല്ലാ തുരീദ ബി ത്വാഅത്തിൻ ഇല്ല തഖറുബ മിൻ ഇലാഹിക ദിൽകില. നീ ഇഖ്ലാസ് ഉള്ളവനാകണം. അപ്പൊ ഇഖ്ലാസ് വേണം. എന്താണ് ഇഖ്ലാസ് എന്ന് പറഞ്ഞാല്? എന്താണ് ആത്മാർത്ഥത എന്ന് പറഞ്ഞാല്? എന്താണ് നല്ല നിയ്യത്ത് എന്ന് പറഞ്ഞാല്? അല്ലാ തുരീദ ബി ത്വാഅത്തിൻ, ഒരു ആരാധന കൊണ്ട് നീ ഉദ്ദേശിക്കാതിരിക്കലാണ് ഇല്ല തഖറുബ മിൻ ഇലാഹിക ദിൽകില, ഉന്നതനായ നിന്റെ ഇലാഹിനോടുള്ള ഒരു സാമീപ്യം, ഒരു അടുപ്പമല്ലാതെ നീ ഉദ്ദേശിക്കാതിരിക്കലാണ്. അപ്പൊ ആരാധന ചെയ്യുമ്പോൾ അള്ളാഹുവിലേക്ക് അടുക്കണം, അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കണം എന്ന ഉദ്ദേശത്തോടുകൂടെ ഇബാദത്ത് ചെയ്യലാണ്. അതിനാണ് ഇഖ്ലാസ് എന്ന് പറയുക. അപ്പൊ വമൻ കാനത്ത് ഹിജ്റത്തുഹു, ഒരാളെ ഹിജ്റ ലിദുന്യാ യുസീബുഹ, ദുന്യാവിനെത്തിക്കാൻ വേണ്ടി. അപ്പൊ ദുന്യാവിന്റെ മറ്റു ലക്ഷ്യങ്ങൾക്ക് വേണ്ടി, കച്ചവടം ചെയ്യാനോ അങ്ങനെ ഏതെങ്കിലും ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ, അവിമ്രാത്തിയും കിഹുഹ, അല്ലെങ്കിൽ ഒരു പെണ്ണിനെ വിവാഹം കഴിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടെയാണെങ്കിൽ, ഫഹിജ്റതുഹു ഇലാ മാ ഹജറ ഇലൈഹി, അവന്റെ ഹിജ്റ, അവൻ ഏതിലേക്കാണോ ഹിജ്റ പോയത് അതിലേക്കാണ്. പിന്നെ അതിന്റെ തായ് ഭാഗത്ത് കൊടുത്തത് അത് ബുഖാരി ഇമാമിന്റെ പേരാണ്. അത് കാണുന്നുണ്ടോ? റവാഹു ഇമാമുൽ മുഹദ്ദിസീൻ കാണുന്നുണ്ടോ? അബു അബ്ദില്ല, അതാണ് ബുഖാരി ഇമാമിന്റെ പേരാണ്. അബു അബ്ദില്ല, അതായത് മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബിൻ ഇബ്രാഹിം ബിൻ മുഗീറത്ത് ബിൻ ബർദിസ്ബത്ത് അൽ ബുഖാരി, അത് ബുഖാരി ഇമാമിന്റെ പേര് കൊടുത്തതാണ്. അതുപോലെ മുസ്ലിം ഇമാമിന്റെ പേരാണ് അതിന്റെ തായ് ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. കാരണം സ്വഹീഹായ 2 കിതാബുകള്, അപ്പൊ 2 കിതാബിലും സ്വഹീയാണെങ്കിൽ, ബുഖാരിയിലും അതുപോലെ മുസ്ലിം എന്ന കിതാബിലും സ്വഹീയായ ഹദീസ് ആണെങ്കിൽ, അതിനെ സംബന്ധിച്ച് മുത്തഫഖുൻ അലൈഹി എന്ന് കാണാം. മുത്തഫഖുൻ അലൈഹി. അപ്പൊ മുത്തഫഖുൻ അലൈഹിയായ ഹദീസ് എന്ന് പറയും. അപ്പൊ ബുഖാരി മുസ്ലിം രണ്ടിലും സ്വഹിയാണെങ്കിൽ മുത്തഫഖുൻ അലൈഹി എന്നുണ്ട്, അല്ലെങ്കിൽ ബുഖാരിമാർ റിപ്പോർട്ട് ചെയ്തു, അല്ലെങ്കിൽ മുസ്ലിമാർ റിപ്പോർട്ട് ചെയ്തു. അപ്പൊ രണ്ടിലുണ്ടെങ്കിൽ മുത്തഫഖുൻ അലൈഹി. ഇനി രണ്ടാമത്തെ ഹദീസ്, അൻ ഉമറ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന്, അന്നഹു ഖാല, ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബൈനമാ നഹ്നു ജുലൂസുൻ ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു പറയും, ഞങ്ങള് നബി തങ്ങളുടെ അടുക്കൽ ഇങ്ങനെ ഇരിക്കുമ്പോ, അന്നേരം നബി തങ്ങളുടെ അടുത്തേക്ക് ഒരാൾ വരികയാണ്. അയാളെ നല്ല വെള്ള വസ്ത്രം ധരിച്ച ആളെ വരുന്നത്. അയാളെ മുടി നല്ല കറുകറുത്ത മുടിയാണ്, നല്ല സൗന്ദര്യമുള്ള ആളാണെന്ന് അർത്ഥം. അങ്ങനെ അയാളിൽ യാത്രന്റെ ഒരു അടയാളം കാണുന്നില്ല. അയാളെ കണ്ട തോന്നൂല അയാളെ ഒരു യാത്ര ചെയ്തു വരാമെന്ന്. ഞങ്ങളുടെ കൂട്ടത്തിൽ ആരും അയാളെ കണ്ടതായി പരിചയമല്ല. അങ്ങനത്തെ ഒരാൾ വരികയാണ്. അങ്ങനെ അയാൾ വന്നുകൊണ്ട് നബിതങ്ങളുടെ അടുത്ത് ഇരിക്കുകയാണ്. അങ്ങനെ നബിതങ്ങളെ മുട്ടിനോട് ഇദ്ദേഹത്തിന്റെ മുട്ടങ്ങ് ചേർത്ത് വെച്ചിട്ട്, ഇദ്ദേഹത്തിന്റെ 2 കൈ നബിതങ്ങളെ 2 തൊടന്റെ മേൽ ഇങ്ങനെ വെച്ചിട്ട് നബിതങ്ങളോട് പറയാണ്, നബിയെ, എനിക്ക് ഇസ്ലാമിനെ പറ്റി പറഞ്ഞു തരണം, ഈമാനെ പറ്റി പറഞ്ഞു തരണം, ഇഹ്സാനെ പറ്റി പറഞ്ഞു തരണം. അപ്പൊ ആ സംഭവമാണ് പറയുന്നത്. ബൈനമാ നഹ്നു ജുലൂസുൻ ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങളിങ്ങനെ നബി തങ്ങളുടെ അടുത്ത് ഇരിക്കുമ്പോ, അന്നേരം ത്വലഅ അലൈനാ റജുൽ, ഒരാള് വന്നു, ഒരാൾ വെളിവായി, ഷദീദു ബയാദി സിയാബി, നല്ല വെള്ള വസ്ത്രമുള്ള ഒരാള്, നല്ല കറുകറുത്ത മുടിയുള്ള ഒരാള്, ലാ യുറാ അലൈഹി അസറു സഫരി, അയാളെ മേലിൽ യാത്രന്റെ ഒരടയാളം കാണില്ല. അയാളെ കണ്ടാൽ തോന്നൂല ആള് എന്താണ് ഒരു യാത്ര ചെയ്തു വരാണ്. അപ്പൊ അത്രത്തോളം നല്ല ക്ലിയർ ആയിട്ടുണ്ട് അയാളെ ഡ്രസ്സ്. വലാ യഅരിഫുഹു മിന്നാ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളും ഇതുവരെ എന്തായിട്ടില്ല, അയാളെ കണ്ടിട്ടില്ല. അങ്ങനത്തെ ഒരാളാണ്. അങ്ങനെ അയാൾ നബിതങ്ങളുടെ അടുത്തേക്ക് വന്നിരുന്നു. ഫസ്നദ റുക്ബതൈഹി ഇലാ റുക്ബതൈഹി, അദ്ദേഹത്തിന്റെ 2 മുട്ട് നബിതങ്ങളെ മുട്ടിലേക്ക് ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട്, അങ്ങനെ അദ്ദേഹത്തിന്റെ 2 കൈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ 2 തൊടന്റെ മേൽ ഇങ്ങനെ വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, ഓ മുഹമ്മദ് നബിയെ,
അഖ്ബിർനി അനിൽ ഇസ്ലാം, എനിക്ക് ഇസ്ലാമിനെ പറ്റി പറഞ്ഞു തരണം. അപ്പൊ നബി തങ്ങൾ ഇസ്ലാം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അൻതഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാതെ ഇലാഹില്ലെന്നും മുഹമ്മദ് നബി അള്ളാഹുവിന്റെ റസൂലാണെന്നും സാക്ഷ്യം വഹിക്കലാണ്. അപ്പൊ മനസ്സിൽ ഉറപ്പിച്ചു മൊയ്യ. അതുപോലെ നിസ്കാരം നിലനിർത്തലാണ്, സക്കാത്ത് കൊടുത്തു വിട്ടലാണ്, റമദാൻ മാസം നോമ്പ് നോൽക്കലാണ്, കാബത്തിങ്കൽ പോയി ഹജ്ജ് ചെയ്യലാണ്. അപ്പോ അവിടുന്ന് വന്നാൾ പറയണം, നിങ്ങൾ സത്യം പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ സത്യം പറഞ്ഞിരിക്കുന്നു. അപ്പൊ പിന്നീട് ഈമാനെ പറ്റി എന്താണ് പറഞ്ഞു തരണം. അപ്പൊ പറഞ്ഞു കൊടുക്കാണ്, നിങ്ങൾ അള്ളാഹിനെ കൊണ്ട് വിശ്വസിക്കണം, മലായിക്കത്ത് കൊണ്ട് വിശ്വസിക്കണം, കിതാബുകളെ കൊണ്ട് വിശ്വസിക്കണം. പ്രധാനപ്പെട്ട കിതാബുകൾ 4 ഖുർആന്, സബൂർ, ഇഞ്ചീല്, തൗറാത്ത്. തൗറാത്ത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നൽകിയത്, അതുപോലെ ഇഞ്ചീല് ഈസാ നബിക്ക് നൽകിയത്, സബൂർ ദാവൂദ് നബിക്ക് നൽകിയത്, അതുപോലെ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയത്. അതിന് പുറമെ കുറെ ഏടുകളുണ്ട്. അതിൽ ഓരോ ഗ്രന്ഥങ്ങളും ഓരോ ഭാഷയിലാണ്. പരിശുദ്ധമായ ഖുർആൻ ഉള്ളത് അറബി ഭാഷയിൽ, അതുപോലെ ഇഞ്ചിയിലുള്ളത് സുരിയാനി ഭാഷ, തൗറാത്ത് ഉള്ളത് അബ്റാൻ ഭാഷയിലാണ്. അങ്ങനെ ചുരുക്കി പറഞ്ഞ അള്ളാഹിനെ കൊണ്ട് വിശ്വസിക്കണം, മലക്കുകളെ കൊണ്ട് വിശ്വസിക്കണം, അതുപോലെ അള്ളാഹുവിന്റെ കിതാബുകളെ കൊണ്ട് വിശ്വസിക്കണം, മുർസലീങ്ങളെ കൊണ്ട് വിശ്വസിക്കണം. മുർസലീങ്ങള് നബിമാരിൽ പ്രത്യേകമാക്കപ്പെട്ട ആളുകളാണ് മുർസലീങ്ങൾ. കാരണം തബ്ലീഗ് കൊണ്ട്, ബോധനം കൊണ്ട് കൽപ്പിക്കപ്പെടുകയും പ്രത്യേകമായി കിതാബ് നൽകപ്പെടുകയും ചെയ്ത ആളുകൾ. കാരണം വേറൊരു ശരീഅത്ത് നൽകപ്പെട്ട ആളുകൾക്കാണ് റുസുല് എന്ന് പറയാം, മുർസലീങ്ങൾ. വൽയൗമിൽ ആഖിരി, അന്ത്യനാൾ കൊണ്ടും വിശ്വസിക്കലാണ്. പിന്നെ എല്ലാ നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്നാണ് എന്ന് വിശ്വസിക്കലാണ്. അപ്പൊ പറയുമ്പോ ആ റജുൽ പറഞ്ഞു, അതെ തങ്ങൾ പറഞ്ഞെന്താണ്, സത്യമാണ്, സത്യമാണ്. പിന്നീട് ഇഹ്സാനെ പറ്റി എനിക്ക് പറഞ്ഞു തരണം. അപ്പോ നബി തങ്ങളോട് പറയാണ്, അൻതഅബ്ദുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണം, കന്നക തറാഹു, നിങ്ങൾ അള്ളാഹിനെ അങ്ങനെ കാണും പോലെ ആരാധിക്കണം. ഫൈലം തകുൻ തറാഹു, നിങ്ങൾ അവനെ കണ്ടിട്ടില്ലെങ്കിലും ഫൈന്നഹു യറാക, അവനെന്താകുന്നു, തങ്ങളെ കാണുന്നു. എന്നിടത്തിന്റെ ശേഷം പറയുന്നുണ്ട്, അന്ത്യനാള് കിയാമത്ത് നാളിനെ പറ്റി എനിക്ക് പറഞ്ഞു തരണമെന്ന് ശേഷം പറയുന്നുണ്ട്. അപ്പൊ നബി തങ്ങൾ പറയുന്നത്, ചോദിക്കപ്പെട്ട ആള് ചോദിച്ചവനേക്കാൾ ആഴമല്ല. അപ്പൊ പറയുമ്പോ നബി തങ്ങളോട് അയാള് പറയാണ്, തങ്ങള് കിയാമത്ത് നാളിന്റെ അടയാളങ്ങളെ പറ്റി ഒന്ന് പറഞ്ഞു തരണം. അപ്പോ അടയാളങ്ങൾ പറഞ്ഞു കൊടുക്കാണ്. അന്തലിദൽ അമതു റബ്ബതഹ, അടിമസ്ത്രീ യജമാനത്തിയെ പ്രസവിക്കലാണ്. ഇതിന് മഹാന്മാർ നൽകിയ വിശദീകരണം, ഒന്ന്, മാതാപിതാക്കൾ മക്കളുടെ അടിമകളായ രൂപത്തിൽ മാറിത്തീരുക എന്ന് പറഞ്ഞ മഹാന്മാരുണ്ട്. കാരണം മക്കൾ ആണ് മാതാപിതാക്കൾ നിയന്ത്രിക്കുന്നത്. അങ്ങനത്തെ രൂപത്തിലായി തീരുക, അങ്ങനെ പറഞ്ഞ മഹാന്മാരുണ്ട്. മറ്റൊന്ന്, ഒരു സയ്യിദ്, അദ്ദേഹത്തിന് അടിമ സ്ത്രീയില് ഒരു മകനുണ്ടായി. അങ്ങനെ ആ യജമാനൻ അങ്ങ് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ യജമാനന്റെ മകനാണല്ലോ, ഈ അടിമ സ്ത്രീയിലൂടെ ഉണ്ടായ മകനാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ മകനാണ്. അപ്പൊ പിന്നെ അധികാരം ആർക്കായി? മകനായി. അപ്പൊ ആ മകന്റെ കീഴിലായി ഉമ്മ എന്നും പറഞ്ഞ മഹാന്മാരുണ്ട്. മനസ്സിലായ? പിന്നീട് പറയുന്നത് കിയാമത്ത് അടയാളമായിട്ട് പറയാണ്, നിങ്ങള് ചെരുപ്പ് ധരിക്കാത്ത നഗ്നരായ ആളുകളെ കാണും. അവര് പുറത്തൊക്കെ എന്താകും, പുറത്തൊക്കെ എന്താണ്, വസ്ത്രം ധരിച്ചിട്ടുണ്ട്, പക്ഷേ ധരിക്കാത്ത രൂപത്തിലാണ്. അങ്ങനെ രൂപമുള്ള വസ്ത്രങ്ങൾ ധരിച്ചു കണ്ടിറങ്ങും.
അതെന്താണ് ഖിയാമത്ത് നാൾ അടയാളമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് അവസാനം പറയുന്നുണ്ട്, ഞാൻ ആരാണ്? ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവസാനാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നാം പറഞ്ഞത് ആദ്യം നീയത്തിനെ സംബന്ധിച്ച് പറഞ്ഞു. ഏത് പ്രവർത്തനാണെങ്കിലും എന്ത് വേണം? നീയത്ത് വേണം. അപ്പൊ നീയത്ത് ഉണ്ടെങ്കിലേ നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ എന്താവുള്ളൂ? സ്വീകരിക്കപ്പെടുള്ളൂ. അത് ഏതൊരു ചെറിയ പ്രവർത്തനാണെങ്കിലും നീയത്തുണ്ടോ എന്നതിനെന്തുണ്ട്? സ്വീകാര്യത ഉണ്ട്. അപ്പൊ എല്ലാ പ്രവർത്തനങ്ങളിലും എന്ത് വേണം? ഇഖ്ലാസ് വേണം. അപ്പോ നമ്മളിപ്പോ ദിനേന ചെയ്യുന്ന ഒരു ഇബാദത്ത് എടുത്തു നോക്കുക, അല്ലെ? ആരാന്ന് പറയാ? നമ്മൾ ദിനേന ചെയ്യുന്ന ഒരു ഇബാദത്ത് ആ എങ്ങനെ? നിസ്കാരം, അല്ലേ? നിസ്കാരം, ഖുർആൻ പാരായണം. അപ്പൊ നിസ്കരിക്കുമ്പോ നാം എന്താണ്? അള്ളാഹുവിന്റെ മുമ്പിലാണ് എന്ന ബോധത്തോടുകൂടെ നിസ്കരിക്കുക. അതുപോലെ ഖുർആൻ പാരായണം. പിന്നെ നമ്മൾ ചെയ്യുന്ന ഒരു പ്രവർത്തനം, നമ്മളൊരു കാര്യം, ഒരു ഉദാഹരണം പറയാം. നമ്മൾ സ്വതക്ക് ചെയ്തപ്പോ ആളുകൾ നമ്മിങ്ങനെ പുകയറ്റി. ഉദാഹരണം പറയാം, നമ്മളെ ആളുകൾ ഇങ്ങനെ പുകയത്താണ്, കുറെ അഭിനന്ദനങ്ങൾ കിട്ടി, നിങ്ങളാ ചെയ്തെന്തായി, ശരിയായി. അപ്പൊ നമ്മളെ മനസ്സിന് ഇനിയും കൊടുക്കണമെന്നൊരു ആഗ്രഹം വന്നു. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോ നമ്മളെ മനസ്സിൽ ആ ഇഹ്സാൻ, ആ ഇഖ്ലാസ് കൊണ്ടുവരാൻ എങ്ങനെയാ ശ്രമിക്കുക? അല്ലെ, ആളുകള് നമ്മൾ സ്വതക്ക് ചെയ്തപ്പോ നിങ്ങൾ പറഞ്ഞ റെഡി. അപ്പൊ നമുക്ക് എന്തായി? കുറച്ചൊരു ഉന്മേഷം കിട്ടി, കുറെ പ്രശംസകളും കുറെ അഭിനന്ദനങ്ങളും കിട്ടിയപ്പോ അപ്പൊ നമ്മൾ ഇഖ്ലാസ് നഷ്ടപ്പെടുമോ? വേറെ ആരല്ല നമ്മളെ വേറല്ലേ? ഇന്നലെ കയറിയ ആളുകൾ കയറിയില്ല, അല്ലെ? ഇന്നലെ 4 ആളുണ്ടായി, അല്ലേ? അപ്പൊ അങ്ങനെ പ്രശംസ ഉണ്ടാകുമ്പോഴും നാം എന്ത് ചെയ്യണം? ഞാന് അവര് എന്റെ ഈ ബാഹ്യമായ പ്രവർത്തനങ്ങളെ കാണുന്നുള്ളൂ, എന്റെ ഉള്ളിൽ എനിക്ക് അറിയുള്ളൂ, അല്ലെ? അപ്പൊ അങ്ങനെ അവൻ ചിന്തിക്ക, ബാഹ്യമായിട്ട് പോലോടിയിൽ ഞാൻ എന്താണ്? ഉഷാറാണ്. പക്ഷെ എന്റെ ഉള്ളിൽ എനിക്ക് അറിയുള്ളൂ. അപ്പൊ എന്റെ ഉള്ളിൽ എന്താണ്? ഞാൻ മോശക്കാരനാണ് എന്ന് ചിന്തിക്കുമ്പോ നമുക്ക് എന്താവും? ഇഖ്ലാസ് കൂടും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മുഖ്ലിസീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പിന്നീട് പറഞ്ഞത് ഈമാന്, ഇസ്ലാം, ഇഹ്സാൻ, അല്ലേ? അപ്പൊ ഇഹ്സാൻ, നീ അള്ളാഹുവിനെ ഇബാദത്തെടുക്കുക, അവൻ നിന്നെ കാണുമ്പോൾ ഇബാദത്തെടുക്കണം. അപ്പൊ നമുക്കറിയാം, 3 സഹോദരന്മാര്, സുഹൃത്തുക്കള് യാത്ര പോയത്. അങ്ങനെ അവര് കച്ചവടം അതുപോലത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടി പോയി. ഒരു ഗുഹന്റെ ഉള്ളില് കയറി. മഴ വന്നപ്പോ ഗുഹന്റെ ഉള്ളിൽ കയറിയതാണ്. അങ്ങനെ ആ ഗുഹാമുഖങ്ങ അടഞ്ഞു കളഞ്ഞു. അവിടെ ഈ 3 ആളുകൾ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. ഓൽക്ക് പുറത്തോട്ട് കടക്കാൻ യാതൊരു വഴിയുമില്ല. അങ്ങനെ അവര് അള്ളാഹുവിനോട് ദുആ ചെയ്തു. ഓരോരുത്തരും തന്റെ ജീവിതത്തിൽ ചെയ്ത സൽക്കർമ്മങ്ങള് മുൻനിർത്തിക്കൊണ്ട് ദുആ ചെയ്തു. ഒരാൾ ദുആ ചെയ്തു, എനിക്ക് പ്രായമായ മാതാപിതാക്കൾ ഉണ്ടായിരുന്നു,
അവർക്ക് എല്ലാ ദിവസവും ഞാൻ ഭക്ഷണം എത്തിച്ചു കൊടുക്കും. അങ്ങനെ ഒരു ദിവസം ഞാൻ എൻ്റെ ജോലി കഴിഞ്ഞ് എന്താ അങ്ങനെ ഒരു ദിവസം ഞാനിങ്ങനെ മടങ്ങി വന്നപ്പോ അവരുറങ്ങിയിട്ടുണ്ട്. പാലുമായി വന്നതാണ്, പക്ഷെ മാതാപിതാക്കളൊക്കെ ഉറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ അവര് ഉണരുന്നത് വരെ ഞാൻ അവിടെ അങ്ങനെ അവരെ കാത്തുന്നു. മക്കളൊക്കെ അവിടെ ഉണ്ട്, അതുപോലെ ഭാര്യയുണ്ട്. അവർക്കൊന്നും ഞാൻ ഭക്ഷണം നൽകാതെ, പാല് നൽകാതെ ഇവര് ഉണരുന്നത് വരെ ഞാൻ പ്രതീക്ഷിച്ചു നിന്നു. അങ്ങനെ സുബഹി വരെ നിന്നു. അങ്ങനെ അവർ ഉണർന്നതിന് ശേഷം മാതാപിതാക്കൾക്ക് പാല് കൊടുത്തതിന് ശേഷമാണ് എൻ്റെ മക്കൾക്കും ഭാര്യക്കും ഞാൻ കൊടുത്തത്. അപ്പൊ ഇത്രത്തോളം ഞാൻ ഉമ്മയോടുള്ള ബാധ്യതയെ നിറവേറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ ചെയ്ത പ്രവർത്തനം ഒരു സ്വാലിഹായ കർമ്മമാണെങ്കിൽ അള്ളാഹുവെ ഈ പ്രതിസന്ധിയിൽ നിന്ന് നീ മോചനം നൽകുന്ന ദുആ ചെയ്യാണ്. അപ്പോ ആ ഗുഹാമുഖത്ത് അടന്ന പാറക്കൽ കുറച്ചങ്ങ് അകന്നു. കാരണം ഇഖ്ലാസോടുകൂടെ ദുആ ചെയ്തപ്പോൾ കുറച്ചങ്ങ് അകന്നു. പിന്നെ രണ്ടാമത്തെ ആള് ദുആ ചെയ്യാണ്, അള്ളാഹു ഞാനൊരാളെ കൂലിക്ക് വിളിച്ചു. കൂലിക്ക് വിളിച്ച് അദ്ദേഹം പണിയൊക്കെ ചെയ്തു പോകുമ്പോൾ കൂലി വാങ്ങാൻ മറന്നുപോയി, അദ്ദേഹം പോയി. അങ്ങനെ ഞാനിങ്ങനെ ചിന്തിച്ചു, ഇദ്ദേഹത്തിന്റെ കൂലി ഞാൻ എന്താണ് ചെയ്യുക? അങ്ങനെ ഞാൻ ആ പൈസക്ക് ഒരു ആടിനെ വാങ്ങി. ആടിനെ വാങ്ങിയിട്ട് ഇങ്ങനെ വളർത്തി. പിന്നെ കുറെ കാലങ്ങൾക്ക് ശേഷം അദ്ദേഹം വന്ന് കൂലി ചോദിക്കാണ്. അപ്പൊ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, അത് ആ കാണുന്ന ആടും കൂട്ടം അത് ഫുൾ എനിക്കുള്ളതാണ്, എൻ്റെ കൂലിയാണ്. അപ്പൊ ഈ തൊഴിലാളി എന്തെങ്കിലും എന്നെ കളിയാക്കാണോ? അപ്പൊ പറഞ്ഞു, അല്ല, അത് നിനക്കുള്ള തന്നെയാണ്. അങ്ങനെ 3 പ്രാവശ്യം പറഞ്ഞു. അപ്പോ ഇദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ്, ഞാൻ നിനക്കുള്ള കൂലി തയ്യാർ ചെയ്തു വെച്ചിരുന്നു, പക്ഷെ നീ കൂലി വാങ്ങാതെ പോയി. അപ്പൊ അന്ന് നിനക്ക് ആ തരാനുള്ള ആ ആട്, ആ കൂലിക്ക് ഞാൻ ഒരു ആടിനെ വാങ്ങിയിട്ട് അതിനെങ്ങനെ വളർത്തി. അങ്ങനെ പെറ്റുപെരുകിയതാണ് ഈ തോട്ടത്തിലുള്ള എല്ലാ ആടുകളും. അതുകൊണ്ട് അതെല്ലാം നിന്റെ കൂലിയാണ്. അങ്ങനെ ഈ പ്രവർത്തനം നീ സ്വീകരിക്കുന്ന ഒരു സ്വാലിഹായ കർമ്മമാണെങ്കിൽ അള്ളാഹുവെ ഞങ്ങളെ ഈ പ്രയാസത്തിൽ നിന്നും നീ അകറ്റിത്തരണം എന്ന് ദുആ ചെയ്യാം. അങ്ങനെ മൂന്നാമത്തെ ആള് ദുആ ചെയ്യാണ്, അള്ളാഹു എനിക്ക് തെറ്റ് ചെയ്യാനുള്ള, വ്യഭിചരിക്കാനുള്ള അവസരം വന്നു. എൻ്റെ കുടുംബത്തിലുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, അവളെനിക്ക് നല്ല ഇഷ്ടമായിരുന്നു. അങ്ങനെ അവളോട് അടുക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒത്തുവരികയും അങ്ങനെ ഞാൻ അവളുടെ മുന്നിൽ ഇരിക്കുമ്പോൾ അവൾ നീ അള്ളാഹുവിനെ ഓർക്കണം എന്ന ആ വാചകം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിന് മാറ്റമുണ്ടായി. അങ്ങനെ ഞാൻ ആ തെറ്റിൽ നിന്നും പിന്മാറി. അപ്പൊ ഈ ചെയ്തത് ഒരു സ്വാലിഹായ കർമ്മമാണെങ്കിൽ നീ സ്വീകരിക്കണം എന്ന് ഞാൻ ആ തെറ്റിൽ നിന്ന് പിന്നോട്ടടിച്ചല്ലോ. അത് കാരണം അള്ളാഹുവെ ഞങ്ങളെ ഈ പ്രതിസന്ധിയിൽ നിന്ന് നീ കാക്കണം എന്ന് ദുആ ചെയ്യുകയാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മോചനം നൽകി. അങ്ങനെ ആ പാറക്കല്ല് നീങ്ങി അവര് 3 ആളുകളും രക്ഷപ്പെട്ടു. അപ്പൊ അത് അവര് ആ ഇഖ്ലാസോടുകൂടെ അള്ളാഹുവിനോട് ദുആ ചെയ്തപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയ നേട്ടം. അതുകൊണ്ട് നല്ല ഇഖ്ലാസ് വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ഇഖ്ലാസ് നൽകട്ടെ. അപ്പൊ അള്ളാഹുവിനോട് ഇഖ്ലാസോടുകൂടെ നാം ഏത് ചോദിച്ചാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. അപ്പൊ ജിബ്രീൽ ഇബ്ലീസിന് വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇജാബത്ത് കൊടുത്തുന്ന. ഇബ്ലീസ് വലിയൊരു ചോദ്യം അള്ളാഹിനോട് ചോദിച്ച്, ജനങ്ങളെ പുനർജീവിപ്പിക്കപ്പെടുന്ന ഒരു ദിവസം വരെ എനിക്കെന്താക്കണം, നീ താമസം നൽകണം. കാരണം ജിബ്രീലിന് മരണം പേടിയാണ്, ജിബ്രീലിന് മരിക്കാൻ പേടിയാണ്. അപ്പൊ ഇബ്ലീസിന് മരണം പേടിയാണ്. അപ്പൊ ഇബ്ലീസ് പറഞ്ഞു, ഒരു പുനർജീവിപ്പിക്കപ്പെടുന്ന ദിവസം വരെ എനിക്കെന്താകണം, നീ അവധി നൽകണം. അങ്ങനെ പറഞ്ഞ ആൾക്കാരൊക്കെ മരിച്ച് പിന്നെ പുനരുദ്ധാരണം ചെയ്യുന്ന ദിവസം അതുവരെ എന്താക്കണം സമയം. അപ്പൊ മരണം വേണ്ട എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താക്കി,
ദുആ സ്വീകരിച്ചു. വലിയ ചോദ്യമാണ് ചോദിച്ചത്. അല്ലാഹു തആല പറഞ്ഞു, മരണം എനിക്കുണ്ട്, ഇലാ യൗമി വഖ്തി മഅലൂം, ഒരു നിശ്ചിത സമയം വരെ എനിക്ക് എന്താവും, നാം ആയുസ് തരും. അപ്പൊ അല്ലാഹു തആലാക്ക് കൂടുതൽ ചോദിക്കണം, അല്ലാഹു തആലാക്ക് ഭയങ്കര ഇഷ്ടം. അപ്പൊ നാം പറഞ്ഞുകൊണ്ടുവരുന്നത്, നമ്മുടെ ഏത് പ്രവർത്തനാണെങ്കിലും അതിലെന്ത് വേണം, ഇഖ്ലാസ് വേണം. എന്നാൽ മാത്രമേ അത് സ്വീകരിക്കപ്പെടുള്ളൂ. അപ്പൊ ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ ടോട്ടലായിട്ട് പറഞ്ഞത്, ഒന്ന് നീയത്ത്, പിന്നീട് എന്താണ് ഈമാൻ, എന്താണ് ഇഹ്സാൻ, എന്താണ് ഇസ്ലാം. അപ്പൊ ഈമാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹിനെ കൊണ്ടും അതുപോലെ മലായിക്കത്ത് കൊണ്ടും കിതാബുകളെ കൊണ്ടും മുർസലീങ്ങളെ കൊണ്ടും അന്ത്യനാൾ കൊണ്ടും എല്ലാ നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്നാണൊക്കെ വിശ്വസിക്കലാണ് ഈമാൻ എന്നാൽ. അതുപോലെ ഇസ്ലാം, അത് അള്ളാഹു അല്ലാതെ ഒരു ഇലാഹില്ലെന്നും മുഹമ്മദ് നബി അള്ളാഹുവിന്റെ റസൂലാണെന്നും മനസ്സിലുറപ്പിക്കലാണ്. അതുപോലെ നിസ്കാരം നിലനിർത്തുക, സക്കാത്ത് കൊടുത്തു വിട്ടുക, റമദാൻ മാസം നോമ്പ് നോൽക്കുക, കഅബത്തിങ്കൽ പോയി ഹജ്ജ് ചെയ്യുക. പിന്നീട് ഇഹ്സാൻ എന്താണെന്ന് പറഞ്ഞു കൊടുത്തു. അപ്പൊ ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ നീ അള്ളാഹുവിനെ കാണും പോലെ ഇബാദത്ത് ചെയ്യലാണ്. നീ യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും അള്ളാഹു നിന്നെ കാണുന്നുണ്ട് എന്ന ബോധത്തോടുകൂടെ നീ ഇബാദത്ത് ചെയ്യണം. ഇപ്പൊ നാം ഒരു പ്രവർത്തനം ചെയ്യുമ്പോൾ ഒരാൾ കാണുമ്പോൾ നമുക്ക് ഇപ്പൊ ഒരു ഉസ്താദിന്റെ മുന്നിൽ ഒരു കുട്ടി നിസ്കരിക്കുമ്പോൾ പൊതുവായിട്ട് ആ കുട്ടിക്ക് എന്തുണ്ടാവും, ഒരു ഭയം ഉണ്ടാവും. അപ്പൊ അതുപോലെ നാം അള്ളാഹു എന്നെ മുയു സമയവും കാണുന്നുണ്ട് എന്ന ആ ബോധത്തോടുകൂടെ നാം ഇബാദത്തെടുക്കലാണ്. അതാണ് അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു, നീ അള്ളാഹുവിനെ ഇബാദത്തെടുക്കലാണ്. കഅന്നക തറാഹു, നീ അവനെ കാണും പോലെ. ഫഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക, നീ അവനെ കാണുന്നില്ലെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല നിന്നെ കാണുന്നുണ്ട്. പിന്നീട് എന്താണ് ഖിയാമത്ത് നാൾ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ പറയുന്നത്, അതിനെ സംബന്ധിച്ച് ഞാൻ അറിവുള്ളവനല്ല. അപ്പൊ അതിന്റെ അടയാളങ്ങളെ പറ്റി ചോദിച്ചു. അടയാളങ്ങൾ, അടിമ സ്ത്രീ യജമാനത്തിയെ പ്രസവിക്കലാണ്. അതിന് രണ്ട് ആശയങ്ങളാണ് നാം പറഞ്ഞത്. ഒന്ന്, മക്കൾ മാതാപിതാക്കളെ ഭരിക്കലാണ്. അപ്പോ മാതാപിതാക്കൾ ഒരു അടിമയെ പോലെയായി. ബാപ്പാക്കൊന്നും പറയാൻ പറ്റൂല, ഉമ്മാക്കൊന്നും പറയാൻ പറ്റൂല. അവരെ നിയന്ത്രിക്കുന്ന ആരാ? മക്കളാണ്. അതാണ് അന്തലിതൽ അമത്തു റബ്ബത്തഹ, അടിമ സ്ത്രീ പ്രസവിക്കലാണ്, യജമാനത്തിയെ പ്രസവിക്കലാണ്. മറ്റൊന്ന്, ഒരു യജമാനൻ, ആ യജമാനൻ ഒരു അടിമ സ്ത്രീ ഉണ്ടായിരുന്നു, അതിലൂടെ ഒരു മകനുണ്ടായി. അപ്പൊ ആ യജമാനൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അധികാരം ആരിലേക്കായി? ഈ മകനിലേക്കായി. അപ്പൊ ഈ മകൻ ആണ് ഈ ഉമ്മയുടെ നിയന്ത്രിക്കുന്ന ആള്. അതാണ് അന്തലിതൽ അമത്തു, അടിമ സ്ത്രീ പ്രസവിക്കലാണ്, റബ്ബത്തഹ, യജമാനത്തിയെ പ്രസവിക്കലാണ് എന്ന് പറഞ്ഞത്. എന്തെങ്കിലും സംശയങ്ങള് ഉണ്ടാ മാഷെ? പിന്നെന്താ നൂറുൽ, മറ്റാളെന്താ നൂറുൽ, നൂറുൽ ജദ്ദു മുഹമ്മദ് ഹാഷിം. ഇന്നലെ വന്ന രണ്ടാൾ വന്ന് കയറിയില്ല അല്ലെ? മൂമിയുണ്ട്. മൂപ്പര പേര് മൂമി ഹാദി. മുഹമ്മദ് മാത്രമുള്ള ഇനിഷ്യൽ ഉണ്ട് വേറെ? ഇനിഷ്യല് മുഹമ്മദ്. ഓക്കെ. അറ്റൻഡൻസ് രേഖപ്പെടുത്താം കേട്ടോ.
ഇത് മുഹമ്മദ് 3 കാണുന്നുണ്ട്. ഇതിൽ എ എന്ന് ഇനിഷ്യൽ കാണുന്നില്ലല്ലോ. ഇനിഷ്യലിൽ ചേർത്തിട്ടുണ്ടോ മുഹമ്മദ് അമൻ അല്ലല്ലോ? ഇനിഷ്യൽ കൊടുത്തിട്ടുണ്ടോ ഇതില്? ബാസിൽ മുഹമ്മദ് അല്ലല്ലോ? വേറെ മുഹമ്മദ് മുഹമ്മദ് ഹാഷിം. നിങ്ങളെ ഐ ഡി ഓർമ്മ ഉണ്ടോ? 121 9. ഒരു നമ്പർ തന്നില്ലേ? നിങ്ങളെ മീമിന്റെ ആപ്പിന്റെ മുകളിൽ നിങ്ങളെ പ്രൊഫൈൽ ഉണ്ടല്ലോ. ആ അതാണ്. ഓക്കെ. പിന്നെ നൂറുവിന്റെ പേര് എങ്ങനെയാണ് കൊടുത്തത്? മുഹമ്മദ് ഹാഷിം. ഓക്കെ.